എക്സ്പീരിയൻസ് ലാസ്റ്റ് 10 മിനിറ്റ് നിരഞ്ജൻ എന്ന കഥാപാത്രം ഹൃദയത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഥാപാത്രമാണ്. നിരഞ്ജൻ എന്ന കഥാപാത്രത്തെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ 2 സ്ക്രീനും ഇത്തവണ ഇവിടെ ഫുള്ളായി എന്നുള്ള യാതൊരു സംശയമില്ല. 98-ന് ശേഷം വന്നിട്ടുള്ള എല്ലാവരും തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് കാണാൻ പറ്റാത്തവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ വരുന്ന വെക്കേഷൻ സമ്മറിന് ഇതിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാം. പഴയ ഫീലാണ്, അതൊരു പുതിയ ഫീലാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മുടെയൊക്കെ കണ്ണ് നിറച്ചൊരിക്കൽ കൂടി നിരഞ്ജൻ എന്ന കഥാപാത്രം. ആ സിനിമയിൽ 3 നായകന്മാർ, പക്ഷെ ഒരൊറ്റ നായകനെ പ്രതീക്ഷ മാത്രമാണ് മലയാളികൾ തിയേറ്ററിലേക്ക് വീണ്ടും വരുന്നത്. അത് നമ്മുടെ ലാലേട്ടൻ, മലയാള സിനിമയുടെ അഭിമാനം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ 1998 പടമല്ലേ. അപ്പോൾ 4K തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഇടയ്ക്ക് ഫോക്കസിൻ്റെയും കാര്യങ്ങളിലൊക്കെ ചില സീൻസൊക്കെ മഞ്ജു ചേച്ചിയുടെ സീൻസും കാര്യങ്ങളൊക്കെ ബ്ലറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് അത്രയും ഭയങ്കരമായ രീതിയില്ല. എന്നിരുന്നാൽ പോലും അവരതിൻ്റെ പരിമിതികളൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ റിലീസ് ചെയ്യുക അവർ ചെയ്തിട്ടുണ്ട്. അത് ചില സീൻസൊക്കെ കട്ട് ചെയ്തെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ കണ്ട് മറന്നതാവാനാണ് സാധ്യത. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാം ഉൾപ്പെടുത്തി എന്നാണ് തോന്നുന്നത്. പക്ഷേ ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ സീന് അത് തന്നെയാണ് പടത്തിൽ ഏറ്റവും ലാലേട്ടൻ. ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ വന്നതുപോലെ തോന്നിപ്പോയി. അത് കാരണം 1998 ലാലേട്ടൻ ആ ടൈപ്പ് ലുക്ക് മാത്രം പിന്നെയും കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് തോളും ചരിച്ച് നടക്കുന്നത് കണ്ടപ്പോഴേക്കും നമുക്ക് തന്നെ എന്തോ പോലെ ഫീലൊക്കെ ആയി. ആ ഒരു പടം ആ ഒരു റേഞ്ചിൽ അങ്ങനെ നമുക്ക് കണ്ടപ്പം അന്നത്തെ കാലത്ത് അത് എത്രത്തോളം ഇതായെന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. ഈ പടം തിയേറ്ററിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇത് കയറുന്നുണ്ടെങ്കിൽ ഈ ഫീൽ ഗുഡ് പടങ്ങളൊന്നും ഇപ്പോൾ ആരും കാണത്തില്ല. ലാലേട്ടൻ ഫാക്ടർ മാത്രമാണെന്നേ പറയാവുള്ളൂ, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് റീ റിലീസ് എന്തായാലും കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്.